വെങ്കി വൈകിപ്പിക്കാതെ നമുക്ക് ആ അതിഥിയിലേക്ക് അങ്ങ് കടക്കാം. ആരാണ് നമ്മുടെ വിളിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു കമൽഹാസന്റെയും വിജയ് സേതുപതിയുടെ ഒക്കെ നല്ല നല്ല സിനിമകളും ഡയലോഗും നിങ്ങൾ പറഞ്ഞോളൂ. അത് നിങ്ങൾക്ക് ഇമിറ്റേറ്റ് ചെയ്ത് തരാൻ, മിമിക് ചെയ്ത് തരാൻ നമുക്ക് ഒരു ആർട്ടിസ്റ്റ് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ വിളിച്ചാലോ റോഷ്നി? വിളിക്കാം. വൈഷ്ണവ്, കം ഓൺ വൈഷ്ണവ്. വൈഷ്ണവ് വരൂ. സ്റ്റൈലായാണ് വൈഷ്ണവ് വരുന്നത് രാവിലെ തന്നെ. വിജയ് സേതുപതി, പിന്നാരാണ് കമൽഹാസൻ, പിന്നാരാണ് വൈഷ്ണവിന്റെ മാസ്റ്റർ പീസ് ആരൊക്കെ? പിന്നെ ഷൈനികം ചെയ്യാറുണ്ട്, സഞ്ജു, ബാലചേട്ടൻ. പുള്ളിയല്ല ഇത് കേട്ടോ, പുള്ളിയല്ല. രാവിലെ തന്നെ. അപ്പൊ എല്ലാവരും അവരവരുടെ ഈ പ്രവൃത്തി ദിവസമായതുകൊണ്ട് തന്നെ അവരുടെ റുട്ടീനിലേക്ക് കടന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അവരെ ഒന്ന് അവർക്കൊരു എനർജി കൊടുക്കാൻ വേണ്ടി നമുക്ക് ആയാലോ. ഇപ്പൊ പ്രേക്ഷകർ ഒരുപാട് പേര് ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഇവര് 96-ലെ ഡയലോഗ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നു. ഏതാ ചെയ്യുന്നേ? ഉന്നഗൈ മന്നൻ പറയുന്നു, അങ്ങനെ ഒരുപാട് പറയുന്നു കേട്ടോ. ഡയലോഗുകൾ ഒരുപാടുണ്ട് കേട്ടോ. ഒരു കഥ സൊല്ലട്ടുമാ ഡയലോഗ് സകലകലാവല്ലഭനെ പറയുന്നുണ്ട്, പുനിതമാന കാതൽ പറയുന്നുണ്ട്, ഒരു കഥ സൊല്ലട്ടുമാ എന്ന ഡയലോഗ് പറയുന്നുണ്ട്. പ്രേക്ഷകരൊക്കെ വൻ പൊളി രാവിലെ തന്നെ. വൈഷ്ണവ് ഏതാ ആദ്യം? ഫസ്റ്റ് നമുക്ക് സേതുണ്ണന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ് അല്ലെങ്കിൽ മാസ്റ്റർ ഡയലോഗ് വിക്രം വേദയാണ്. നമുക്ക് വിക്രം വേദത്തെ സ്റ്റാർട്ട് ചെയ്തിട്ട് 96-ലേക്ക് വരാം. ഓക്കെ, അപ്പൊ തുടങ്ങാം. ഓക്കെ, വിക്രം വേദ. ஒரு கதை சொல்லட்டா சார்? வேதானா வைலன் சார். சார், இந்த கதையில நல்லவன் கெட்டவன் கிடையாது, கெட்டவன் மட்டும்தான் இருக்கு. புரிஞ்சுதா? உனக்கு புரிஞ்சுதா? என் வார்த்தை நீ மாஸ்டர் இருக்கு. மாஸ்டர் பிடிக்குமா உனக்கு? தளபதி கூட. என் வார்த்தை உனக்கு நான் 2 நிமிஷம் டைம் தரேன். முடிஞ்சா என்னை கொன்னு உன்னை காப்பாத்திடு. ഇനി 96 ഒരു കാര്യം ചെയ്യണം. 96 എനിക്കും ഭയങ്കര ഫേവറേറ്റ് ഉള്ള സിനിമയാണ്. അതില് ജാനുവിനോട് പറയുന്ന, തൃശ്ശോട് പറയുന്ന ഭയങ്കര ഒരു ഫീൽ ഡയലോഗ് ഉണ്ട്. അത് ഒന്ന് നിങ്ങൾ നോക്കി പറയാം. ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട ഒരു 96-ലെ ജാനുവായിട്ട് നിന്നൂടെ? കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ലല്ലോ. ഡയലോഗ് പറയണ്ട, ഞാൻ കണ്ണോക്കി പറഞ്ഞോളാം. അതിലത്തെ ഏറ്റവും ഇമോഷണൽ ഡയലോഗ്. நீ நினச்ச மாதிரி உனக்கு கல்யாணத்துக்கு நான் வந்தேன் ஜானு. உன்னை புடவையில் பார்த்து அந்த வாடாமல்லி கலர், அந்த புடவையில் அந்த மண்டபத்தில் நான் ஓடி போயிட்டேன். நீ எங்கே வெட்டியோ அங்கே தான் நிற்கிற ஜானு. புரிஞ்சுதாம்மா? இல்லைம்மா, நான் ஒன்று சொல்கிறேன். இது வந்து நல்லா ஒரு மோனி. இப்போது உனக்கு நான் நீத்தான் உருவாக்கிட்டு இருக்கணும். தன்னம்பிக்கைன்னு ஒன்று இருக்குது, விடாமுயற்சின்னு ஒன்று இருக்குது. அப்போ உனக்கான உலகத்தை நீத்தான் உருவாக்கிட்டு இருக்கணும். நீ உனக்குன்னு ஒரு விஷயத்த பண்ணிகிட்டே இருப்ப, அதுக்குன்னு ஒரு விஷயம் நடந்துகிட்டு இருப்ப. அது பார்க்கும்போது வெடிப்ப. புரிஞ்சுதா? செம்மாம்மா. ഓക്കെ. ദീപു ആണ് കേട്ടോ ഇതിൽ ആവശ്യപ്പെട്ടത് പല ഡയലോഗുകൾ. അതാണ് ഇപ്പൊ ചെയ്തത് വൈഷ്ണവ്. അപ്പൊ എല്ലാവർക്കും ഫസ്റ്റ് ക്രെഡിറ്റ് വന്നിട്ടുണ്ട്. മണികണ്ഠനെ പറയുന്നു സൂപ്പർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വൈഷ്ണവ്